നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ദ്വിഗ്രഹ യോഗങ്ങളെക്കുറിച്ചായിരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് പറയാൻ പോകുന്നത്. കുജനും ശുക്രനും കൂടി ഒരുമിച്ച് നിന്നാൽ വാഗ്മിയായും വിസ്തരിച്ചു പറയുന്നവനായും പരസ്ത്രീ ശക്തനായും എവിടെയും ഒരു നായകത്വം ഉള്ളവനായും ഭവിക്കും. കുജനും ശനിയും കൂടി ഒരുമിച്ച് നിന്നാൽ ഒരു വഞ്ചനാ സ്വഭാവമുള്ളവനായും മനസാക്ഷിയില്ലാത്തവനായും ധനലാഭം ഉള്ളവനായും ഗാനത്തിൽ പ്രിയമുള്ളവനായും ലുബ്ധനായും ഭവിക്കും. ധാരാളം നുണയും പറയും. ബുധനും വ്യാഴവും കൂടി ഒരുമിച്ച് നിന്നാൽ നാട്യനൃത്തങ്ങളിൽ താൽപ്പര്യമുള്ളവനായും സംഗീതപ്രേമിയായും വാഗ്മിയായും മിതഭാഷിയായും സുന്ദരനായും ശീലഗുണമുള്ളവനായും ഭവിക്കും. ബുധനും ശുക്രനും കൂടി ഒരുമിച്ച് നിന്നാൽ ഗായകനായും ഫലിതക്കാരനായും നീതിശാസ്ത്രജ്ഞനായും ധനവാനായും ഭൂസ്വത്തുള്ളവനായും ഭവിക്കും. ബുധനും ശനിയും കൂടി ഒരുമിച്ച് നിന്നാൽ നല്ല വാക്കോടു കൂടിയവനായും വഞ്ചന സ്വഭാവക്കാരനായും വിദ്യയും ധനവും ഉള്ളവനായും ഒരു ജാലക്കാരനായും നിപുണനായും ഭവിക്കും. വ്യാഴവും ശുക്രനും കൂടി ഒരുമിച്ച് നിന്നാൽ വാദപ്രതിവാദം ചെയ്യുന്നവനായും ന്യായവാദിയായും വിദ്യാസമ്പന്നനായും നല്ല ഭാര്യയോടും ധാരാളം ധനവിഭവങ്ങളോടും കൂടിയവനായും രാജപ്രിയനായും ഭവിക്കും. വ്യാഴവും ശനിയും കൂടി ഒരുമിച്ച് നിന്നാൽ ധനസമൃദ്ധിയുള്ളവനായും കീർത്തിമാനായും ഏതിൻ്റെയെങ്കിലും ഒരു നായകനായും ഭവിക്കും. പാചകജോലിയിൽ സമർത്ഥനായിരിക്കും. ചിലപ്പോൾ മൺപാത്രക്കാരനോ താടിമീശ വളർത്തുന്നവനോ ആകാം. ശുക്രനും ശനിയും കൂടി ഒരുമിച്ച് നിന്നാൽ ആയുധം കൊണ്ട് ജോലി ചെയ്യുന്നവനായി ഭവിക്കും. ചിലപ്പോൾ ക്ഷുരകനായിരിക്കും. സാഹിത്യത്തിലോ ചിത്രമെഴുത്തിലോ വാസനയുള്ളവനായും പശുക്കൾ ധാരാളമുള്ളവനായും ഭാര്യയുടെ സ്വത്തു ലഭിക്കുന്നവനായും ഭവിക്കുമെന്നും പറയാൻ ന്യായമുണ്ട്. അടുത്ത വീഡിയോയിൽ ത്രിഗ്രഹയോഗങ്ങളെപ്പറ്റി പറയാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.